ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോയിൽ ഞാൻ പോത്തിൻ്റെ തലച്ചോറ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ. പോത്തിൻ്റെ തലച്ചോറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയത്. ഞാനിതാ ഒരു പാത്രത്തേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ബ്രെഡ് പൊരിച്ചെടുക്കാം കേട്ടോ നമ്മൾ. പിന്നെ അതേപോലെ തന്നെ അതിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു 1.5 സ്പൂണ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ലത്. പാലുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിക്കാരം ബ്രെഡ്. ഇങ്ങനെ മൈദമാവിൽ മുക്കിയാണ്ട് ബ്രെഡ് പൊരിച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും. പക്ഷേ പാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ അടുത്ത് പാലില്ല ഇനി. അപ്പോൾ ഞാൻ പാലിന് പകരം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളൊന്നുമില്ല കേട്ടോ. സ്കൂളില്ലാത്ത ദിവസം ഇതേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. സ്കൂൾ ഉണ്ടാകുമ്പോൾ പിന്നെ ദോശ, ഇഡ്ഡലിയോ അല്ലെങ്കിൽ നൂൽപുട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. സ്കൂളില്ലാത്തന്ന് പിന്നെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കി വിചാരിച്ച് കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാൻ വെള്ളമൊക്കെ ചേർത്താണ്ട് മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാവിലൊക്കെ മുക്കിയാണ്ട് ബ്രെഡ് പൊരിച്ചെടുക്കുമ്പോൾ കുട്ടികൾക്ക് കൊടുത്താലും ഒരു 2-3 ഒക്കെ കഴിച്ചാൽ തന്നെ ഒരു വയറ് നിറയും. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടതിന്. പിന്നെ അതിക്ക് ഓയിലാട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. നിങ്ങൾക്ക് ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും എടുക്കുക. ഞാൻ ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് ആ ഒരു മാവിൽ ബ്രെഡ് മുക്കിയിട്ട് ഇത് ആദ്യമേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും ഞാൻ ജസ്റ്റ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോയിൽ കാണിച്ചെന്നുള്ളൂ കേട്ടോ. എന്നും നമുക്ക് അപ്പോൾ അല്ലെങ്കിൽ നൂൽപുട്ടോ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നെയല്ല ഉണ്ടാക്കൽ. അപ്പോൾ കുട്ടികൾ സ്കൂളില്ലാത്ത ദിവസം വീട്ടിലിരിക്കുമ്പോൾ പിന്നെ അവർക്ക് 10 മണിക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വിശക്കണീന് കൊടുക്കാമല്ലോ. കഞ്ഞിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ രാവിലെ അതേപോലെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല. അപ്പോൾ ദാ ബ്രെഡ് ഒരു ഭാഗമൊക്കെ ആയി ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഭാഗവും ആയിട്ടുണ്ട്. എളുപ്പത്തിലാവും. പിന്നെ ബ്രെഡ് ആയതുകൊണ്ടേ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ചട്ടി നല്ലോണം ചൂടായാൽ പിന്നെ തീ കുറച്ച് കൊടുക്കണം. അപ്പോൾ ഇത് 2 വശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഉണ്ടായിന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 2 പ്രാവശ്യം കൂടെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിന്. അപ്പോൾ അതും ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്തു. ചില ദിവസം ഇങ്ങനെ പിന്നെ അപ്പം കറിയൊക്കെ ഉണ്ടാക്കാൻ മടിയാണ്. അപ്പോൾ അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പി കേട്ടോ അതൊക്കെ. അല്ലെങ്കിൽ കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്ത് നമ്മൾ 4 മണി ചായക്കൊക്കെ ഉണ്ടാക്കുമല്ലോ. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ചായ എടുത്ത് കട്ടൻ ചായയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ചായയും ബ്രെഡ് പൊരിച്ചതൊക്കെ കൂട്ടി ഞാനും കുട്ടികളും ഒക്കെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ചോറും വെച്ചിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ചെയ്തൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ പിന്നെ കിച്ചണിക്ക് വന്നത്. അപ്പോൾ ഒന്ന് കറി വെക്കാനൊന്നും കിട്ടിയിട്ടില്ലേന്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ എന്താ പറയുക പോത്തിൻ്റെ തലച്ചോറുണ്ടല്ലോ അത് ബീഫ് കടയിൽ ഞാൻ ചോദിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ആ കാക്ക വിളിച്ചിനി അതിവിടെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ മാറ്റി വെച്ചിരിക്കണം, ഈ വന്ന് കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ അടുത്ത വീട്ടിൽ ഓട്ടോറിക്ഷയിലുള്ള കാക്കാനെ വിളിച്ച് കാക്കാനോട് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഒന്ന് പോത്തിൻ്റെ തലച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇതങ്ങനെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി അല്ല കേട്ടോ. എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല. ഞാനൊക്കെ ഇത് ചെറുപ്പത്തിലേ കഴിച്ച് അങ്ങനെ ശീലമായിട്ടുണ്ട്. എൻ്റെ ഉപ്പ ബീഫ് വാങ്ങാൻ പോകുമ്പം അല്ലെങ്കിൽ പോത്തിൻ്റെ തലച്ചോറ് അല്ലെങ്കിൽ ലിവർ അതൊക്കെ വേറെ അങ്ങനെ വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെ അന്ന് ഉമ്മ ഉണ്ടാക്കി തന്ന് ഞങ്ങളൊക്കെ ഇത് കഴിച്ച് അങ്ങനെ ശീലമുണ്ട്. എൻ്റെ മക്കൾക്കൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഇത് 2 പോത്തിൻ്റെ തലച്ചോറുണ്ട് കേട്ടോ. 2 തലച്ചോറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ ആ ഒരു ഇപ്പോൾ ഞാനിങ്ങനെ വലിച്ചിടുന്നത് കണ്ടില്ലേ, ഇതിൻ്റെ മേലൊരു പാടുണ്ടാവും. അതേപോലെ ഞരമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വലിച്ച് കളയണം അതുമെന്ന്. ഇതേപോലെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ പോരും കേട്ടോ. അപ്പോൾ കൈമ്മ നഖമില്ലാത്തതുകൊണ്ട് ഇത് പോരാൻ കുറച്ച് ഗതികേടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം. പിന്നെ അല്ലെങ്കിൽ കുറേ സമയം എടുക്കും കേട്ടോ. അതേപോലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടും. പിന്നെ നല്ലോണം കഴുകിയെടുക്കും ചെയ്താൽ ബ്ലഡും കാര്യങ്ങളൊക്കെ പോയി നല്ല ഉഷാറായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ മഞ്ജുമോൾ ഇത് കണ്ടിട്ട് ഇതാണോ ഒന്ന് കൂട്ടാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഓൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ചില ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. പിന്നെ ഇവിടുത്തെ ഉപ്പച്ചി മക്കളൊക്കെ പറയാം എൻ്റെ വായിൽ കൂടെ എല്ലാം പോകുമെന്ന് പറയും. അപ്പം എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ തിന്ന് ശീലമായതുകൊണ്ട് ഇപ്പോൾ ഇത് കുറേ ആയിക്കണ് കഴിച്ചിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പനിയും കൂടി ഓർമ്മ വരും കേട്ടോ. ഇപ്പോൾ മരിച്ചിട്ടിപ്പോൾ 4ാമത്തെ വർഷമായി തുടങ്ങി.
അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ അതിൻ്റെ ആ ഒരു ഞരമ്പൊക്കെ കളഞ്ഞിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ലോണം കഴുകിയെടുത്തും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ വെള്ളമൊക്കെ ഒന്ന് ചോർന്ന് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് അതിലേക്കുള്ള സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാള ഞാൻ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ചെയ്തത്. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. സവാളക്ക് പകരം ചെറിയ ഉള്ളിയാണ് എടുക്കേണ്ടത്. ചെറിയ ഉള്ളി ഇപ്പോൾ തൊലി കളഞ്ഞിക്കണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഞാൻ സവാള എടുത്തുന്നുള്ളൂ. സവാള എടുക്കുകയാണെങ്കിലും ചെറുതാക്കി അരിയണം കേട്ടോ, അല്ലെങ്കിൽ കുനുകുനായിട്ട് അരിയണം. അപ്പോൾ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്താൽ പിന്നെ ആ ഒരു കുഴപ്പമില്ല. പിന്നെ ഇതാ കഴുകി വൃത്തിയാക്കി വെച്ച ആ തലച്ചോറ് ഇതാ ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇതാ 2 സ്പൂണ് മുളക് പൊടി, 2 ടീസ്പൂണാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഇതിലേക്ക് ചേർക്കലില്ല കേട്ടോ. പിന്നെ കുരുമുളക് പൊടി ചേർക്കും, അത് കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്ത് പിന്നെ കൈ വെച്ചിട്ട് ഇത് അതേപോലെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഉടഞ്ഞ് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം, എന്നാലുള്ളൂ പിന്നെ അത് നല്ലോണം ഉടഞ്ഞൊക്കെ റെഡിയാക്കി കിട്ടുക. അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തു. പിന്നെ ഇതാ ഞാൻ ഇവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് നല്ല നാടൻ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മളിത് വരട്ടിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 തലച്ചോറെല്ലാം എടുത്തിക്കണം. അപ്പോൾ ഞാൻ 2 സവാള എടുത്തിട്ടുണ്ടേനി കേട്ടോ. സവാള ഞാൻ പറഞ്ഞല്ലോ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണെന്ന്. അങ്ങനെ സവാളയൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ തലച്ചോർക്കുള്ള ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഈ സവാളയ്ക്കുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒന്നും കൂടി സോഫ്റ്റായി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കട്ടോ, എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഞാൻ പറഞ്ഞല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും. അപ്പോൾ എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കേട്ടോ പച്ചമുളക് ഇടാഞ്ഞത്. ഇപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച ആ ഒരു തലച്ചോറ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതേപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൽ തന്നെ വെള്ളം പൊടിഞ്ഞ് വരും. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളത്തിൽ തന്നെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം തന്നെ അടച്ചു വെക്കണ്ട. അപ്പോൾ ഇതുപോലെ ഈ ചട്ടിയിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു എണ്ണയിൽ കടന്നിട്ട് ഇതൊന്ന് വാടി വരും. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഇങ്ങനെ കുറഞ്ഞ് വരും കേട്ടോ, ചുങ്ങി വരും. അപ്പോൾ തീയൊന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുത്താൽ മതി. അങ്ങനെ ഇതാ നല്ലോണം ഇത് ഞാനൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ ഇതിൽ വെള്ളം പൊടിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇതാ കണ്ടോ വെള്ളം ഇങ്ങനെ പൊടിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കൊണ്ട് വറ്റി കിട്ടാൻ ഗതികേടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അങ്ങനെ ഇതാ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഇതിൽ നല്ലോണം വെള്ളം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം വറ്റുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും ചെയ്യും. ഇതുപോലെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ചില ആൾക്കാർ ഇതിലേക്ക് മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു തലച്ചോറൊക്കെ ആണെങ്കിൽ മുട്ട ഇങ്ങനെ ചിക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാവും ചെയ്യും. പിന്നെ അതേപോലെ ആ ഒരു മുട്ടൻ്റെ ഫ്ലേവറും കൂടെ ഉണ്ടാകുമ്പോൾ ടേസ്റ്റും കൂടെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ മുട്ടയൊന്നും ചേർക്കണില്ല കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഉണ്ട്. നമ്മൾ 2 തലച്ചോറല്ലേ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ആദ്യത്തെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കണം കേട്ടോ. ഇനി അടച്ചു വെക്കണ്ട, തുറന്ന് വെച്ചാൽ മതി. അങ്ങനെ വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു പോത്തിൻ്റെ തലച്ചോറ് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ചില ആൾക്കാർ കഴിക്കലുണ്ടാവും, ചില ആൾക്കാർ കഴിക്കലുണ്ടാവില്ല. അപ്പോൾ കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. അതേപോലെ കുരുമുളകൊക്കെ ഇട്ടുകൊണ്ട് ഇത് വരട്ടിയെടുത്താൽ. അപ്പോൾ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലോണം വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതൊരു നോസ്റ്റു ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഒരു വാഴൻ്റെ ഇലയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അയക്കാണ് ഇത് വിളമ്പി കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കഞ്ഞിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കട്ടോ. ഇനി വെറുതെ കട്ടൻ ചായൻ്റെയൊക്കെ കൂടെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പം ഇതുപോലെ പോത്തിൻ്റെ തലച്ചോറ് ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1-2 മുട്ടയൊക്കെ ചിക്കിയിട്ട് അതും ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ അതിലേറെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ പിന്നെ മുട്ട ചേർക്കാൻ ഞാൻ എന്താ വെച്ചാൽ ഇത് അത്യാവശ്യം ഉണ്ട്. പിന്നെ മുട്ടയും കൂടി ചേർത്ത് അതിലേറെ ഉണ്ടാവും കേട്ടോ. പിന്നെ കഴിച്ചാൽ തീരൂല.
അപ്പോൾ ഇതാ ഞാൻ ചോറൊക്കെ ഒരു പ്ലേറ്റിക്ക് വിളമ്പി കൊടുത്തു. എന്നിട്ട് കുറച്ച് നമ്മളെ തലച്ചോറും ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാര്യമായിട്ട് ഞാൻ തന്നെയായിട്ട് കഴിച്ചത്. ഞാനും ഐഫക്കുട്ടിയും കഴിച്ചു. പിന്നെ മഞ്ജുമോൾക്കും റിച്ചുമോനും ഇഷ്ടപ്പെട്ടിട്ടില്ലേന്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ ഒരുക്ക് കഴിക്കാൻ ഇവിടെ അയിലമീൻ ഫ്രൈ ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഐഫക്കുട്ടി എന്തായാലും നല്ല ഉഷാറായിട്ട് തന്നെ ചോറൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. ഇനി ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.